ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ്. ആരുടെ കേസ് വാദിക്കാനായിട്ടാണ് 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ദാദാ അബ്ദുള്ള. ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ പോയത് 1893 ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്നും ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. 1903 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിൽ. 1906 ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജി ആദ്യമായ ഒരു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ടോൾസ്റ്റോയി ഫാം. 1910 ജോഹന്നാസ്ബർഗിൽ അദ്ദേഹം സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് ടോൾസ്റ്റോയി ഫാം എന്നാണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജ് പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? 1908 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ഗാന്ധിജി തൻ്റെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജ് പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 1915 ജനുവരി 9. ഗാന്ധിജി തൻ്റെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചു വന്നത് 1915 ജനുവരി 9. ഇന്ത്യയിൽ പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 9. ഇന്ത്യയിൽ പ്രവാസി ദിനമായി ആചരിക്കുന്നത് ജനുവരി 9. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ്. 1918 നടന്ന അഹമ്മദാബാദ് മിൽ സമരമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം. ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? 1920 ഓഗസ്റ്റ് 18. 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൽ കൂടെ ഉണ്ടായിരുന്ന ദേശീയ നേതാവ് ആരായിരുന്നു? മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവായ മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം എന്തിനു വേണ്ടിയായിരുന്നു? 1925 ഗാന്ധിജി രണ്ടാമതായി കേരളത്തിൽ വന്നത്. ഇത് വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയായിരുന്നു. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? 1925. തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മൂന്നാം തവണ കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? 1927. 1934 ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഹരിജൻ ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് 1934 ഗാന്ധിജി 4ാമത്തെ കേരള സന്ദർശനം നടത്തിയത്. ഹരിജൻ ഫണ്ടിലേക്കായി വടകരയിൽ വെച്ച് ഗാന്ധിജിക്ക് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ കേരളീയ വനിത ആരാണ്? കൗമുദി ടീച്ചർ. ഹരിജൻ ഫണ്ടിലേക്ക് വടകരയിൽ വെച്ച് ഗാന്ധിജിക്ക് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ കേരളീയ വനിത കൗമുദി ടീച്ചറാണ്. ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? 1937. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത്. ഇങ്ങനെ ആകെ 5 തവണയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജി കേരളം സന്ദർശിച്ച 5 വർഷങ്ങൾ ഏതൊക്കെയാണ്? 1920, 1925, 1927, 1934, 1937.
ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു തീർത്ഥാടനം. ഗാന്ധിജി തൻ്റെ അവസാനത്തെ കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്നാണ് വിശേഷിപ്പിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം. ഗാന്ധിജി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? 1936 നവംബർ 12 അതിനുശേഷം 1937 ഗാന്ധിജി കേരളത്തിലെത്തിയത്. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 എന്ത് ദിനമായിട്ടാണ് UN ആചരിക്കുന്നത്? അന്താരാഷ്ട്ര അഹിംസാ ദിനം. ഗാന്ധിജിയുടെ ചരമദിനമായ ജനുവരി 30 ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? രക്തസാക്ഷി ദിനം. ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി. വാർധാ പദ്ധതി ഗാന്ധിജി അവതരിപ്പിച്ച വർഷം 1937 ഗാന്ധിജി വിഭാവനം ചെയ്ത തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് എന്തായിരുന്നു? നയിം താലിം. ഗാന്ധിജി വിഭാവനം ചെയ്ത തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലിം. ഗാന്ധിജി തൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ച കൃതി ഏതാണ്? ഭഗവത്ഗീത. ഗാന്ധിജി തൻ്റെ അമ്മയാണ് എന്ന് വിശേഷിപ്പിച്ച കൃതി ഭഗവത്ഗീതയാണ്. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ്? അൺടു ദിസ് ലാസ്റ്റ്. ജോൺ റസ്കിൻ രചിച്ച അൺടു ദിസ് ലാസ്റ്റ് എന്ന കൃതിയാണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകം. ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാ ഗാനം ഏതായിരുന്നു? വൈഷ്ണവ ജനതോ. ഇത് രചിച്ചത് നരസിംഹ മേത്തയാണ്. ഗാന്ധിജിയുടെ ഇഷ്ടഗാനമായ വൈഷ്ണവ ജനതോ രചിച്ചതാരാണ്? നരസിംഹ മേത്തയാണ്. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയും സംഘവും ആലപിച്ച ഗാനം ഏതാണ്? രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പുലിസ്റ്ററാണ്. ഗാന്ധിജിയെ നോബൽ സമ്മാനത്തിന് എത്ര തവണയാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്? 5 തവണ. 5 തവണയാണ് ഗാന്ധിജിയെ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ആയിരുന്നു. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആരായിരുന്നു? വിനോബ ഭാവെ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെയാണ്. എന്നാൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 1927 നവജീവൻ ട്രസ്റ്റാണ് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാലയളവ് ഏതു വർഷം മുതൽ ഏതു വർഷം വരെയാണ്? 1869 മുതൽ 1921 വരെ. ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ഗുജറാത്തി ഭാഷ. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് എവിടെ വെച്ചാണ്? യർവാദ ജയിലിൽ വെച്ച്. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് യർവാദ ജയിലിൽ വെച്ചാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മഹാദേവ ദേശായി. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന മഹാദേവ ദേശായിയാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തിയും മഹാത്മാഗാന്ധി തന്നെയാണ്. ഗാന്ധിജിയുടെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ഇന്ത്യ ആദ്യമായി പുറത്തിറക്കിയ വർഷം ഏതാണ്? 1948 ഓഗസ്റ്റ് 15. ഗാന്ധിജിയുടെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ഇന്ത്യ ആദ്യമായി പുറത്തിറക്കിയ വർഷം 1948 ഓഗസ്റ്റ് 15. ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യ പുറത്തിറക്കി തുടങ്ങിയ വർഷം ഏതാണ്? 1996. 1996 മുതലാണ് ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യ പുറത്തിറക്കി തുടങ്ങിയത്. ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം ഏതാണ്? 1933. ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം 1933.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 1917 മുതൽ 1947 വരെ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നും രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നും വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ഗാന്ധിജിയെ തിരിച്ച് മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. അയ്യങ്കാളിയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? പുലയ രാജ. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ഗംഗയെപ്പോലെ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗാന്ധിജിയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ കഴിവതും ഒഴിവാക്കിയാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? യേശു ക്രിസ്തുവിനെ. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്കാ യാത്രയോട് ഉപമിച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റു. ഏത് വ്യക്തിയുടെ സ്വാധീനത്താലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഹെൻറി ഡേവിഡ് തോറോ. ഹെൻറി ഡേവിഡ് തോറോയുടെ സ്വാധീനത്താലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? 1920. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920 ആണ്. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ നൽകിയ ബഹുമതി ഏതാണ്? കൈസർ ഇ ഹിന്ദ്. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷം ഏതാണ്? 1925. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ച വർഷം 1925 ആണ്. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയ ജയിൽ ഏതാണ്? യർവാദ ജയിലാണ്. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ കാലം തടവിലാക്കിയ ജയിൽ യർവാദ ജയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ പ്രശസ്തമായ മുദ്രാവാക്യം ഏതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധി തൻ്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? ഹരിജൻ. ഹരിജൻ പത്രത്തിലൂടെയാണ് ഗാന്ധിജി തൻ്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ഇന്ത്യ വിടുക എന്നാണ്. ഗാന്ധിജി തൻ്റെ തൂക്ക് ഘടികാരത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ. ഗാന്ധിജി തൻ്റെ തൂക്ക് ഘടികാരത്തെ വിശേഷിപ്പിച്ചത് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്നായിരുന്നു. ഗാന്ധിജിയുടെ ശിഷ്യന്മാരായിരുന്ന വിദേശ വനിതകൾ ആരൊക്കെയാണ്? മീരാബെൻ, സരളാബെൻ. ഗാന്ധിജിയുടെ ശിഷ്യന്മാരായിരുന്ന വിദേശ വനിതകളാണ് മീരാബെന്നും സരളാബെന്നും. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1934. ഈ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം: ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച വർഷം ഏതെന്ന്. അതിൻ്റെ ഉത്തരവും 1934 തന്നെയാണ്. ഗാന്ധിജി ആരംഭിച്ച പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, യങ് ഇന്ത്യ, നവജീവൻ. ഗാന്ധിജി ആരംഭിച്ച പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, യങ് ഇന്ത്യ, നവജീവൻ. ബൂവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ്. ബൂവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ്. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത്. ഗാന്ധിജി നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ചത് എന്നാണ്? 1929 അഹമ്മദാബാദിലാണ് ഗാന്ധിജി നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ചത്. ഗാന്ധിജി സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ വാർധയിൽ. 1936 മഹാരാഷ്ട്രയിലെ വാർധയിൽ ഗാന്ധിജി സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ചത്. ഗാന്ധിജി ആകെ എത്ര ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്? ഇന്ത്യയിൽ 2089 ദിവസവും ദക്ഷിണാഫ്രിക്കയിൽ 249 ദിവസവുമാണ് ഗാന്ധിജി ആകെ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്. ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? 1948 നടത്തിയ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടിയുള്ള സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം. സത്യാഗ്രഹ സഭയുടെ സ്ഥാപകൻ ആരാണ്? മഹാത്മാഗാന്ധിയാണ്. 1947 ഓഗസ്റ്റ് 15
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? കൊൽക്കത്ത. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി കൊൽക്കത്തയിലായിരുന്നു. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്നാണ്? 1948 ജനുവരി 30. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. ഗാന്ധിജിയുടെ അവസാനത്തെ വാക്കുകൾ എന്തായിരുന്നു? ഹേ റാം. ഗാന്ധിജിയുടെ വധത്തെ തുടർന്ന് നിരോധിച്ച രാഷ്ട്രീയ സംഘടന ഏതാണ്? RSS. ഗാന്ധിജിയുടെ വധത്തെ തുടർന്ന് നിരോധിച്ച രാഷ്ട്രീയ സംഘടന RSS ആണ്. ഗാന്ധി വധക്കേസിൽ വിധി പ്രഖ്യാപിച്ച ന്യായാധിപൻ ആരാണ്? ആത്മചരൺ അഗർവാൾ. ഗാന്ധി വധക്കേസിൽ വിധി പ്രഖ്യാപിച്ച ന്യായാധിപൻ ആത്മചരൺ അഗർവാളാണ്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ന്യൂഡൽഹിയിലെ രാജ്ഘട്ട്. ഗാന്ധിജിയുടെ ഘാതകരെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? ഹരിയാനയിലെ അംബാല ജയിൽ. ഹരിയാനയിലെ അംബാല ജയിലിലാണ് ഗാന്ധിജിയുടെ ഘാതകരെ തൂക്കിലേറ്റിയത്. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ദേശീയ ദിനമായി ആചരിക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്ക. ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു? റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോയാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംദെയാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്ററാണ്. ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നവരിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവ നിങ്ങൾ റാങ്ക് ഫയലിൽ നോക്കി പഠിക്കണം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് C രാജഗോപാലാചാരിയാണ്. അഭിനവ ഗാന്ധി എന്നറിയപ്പെടുന്നത് അണ്ണാ ഹസാരെയാണ്. ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് കെന്നത്ത് കൗണ്ടയാണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളിലെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ഗ്രാമം. ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളിലെ അടിസ്ഥാന യൂണിറ്റ് ഗ്രാമമാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. ജവഹർലാൽ നെഹ്റു ജനിച്ചത് 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ്? നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം 1955. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ശിശുദിനം. ജവഹർലാൽ നെഹ്റു ആദ്യമായി INC പ്രസിഡൻ്റായ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിളിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ്? മദർ തെരേസയാണ്. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസയാണ്. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ഏതാണ്? 1866. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നൽകിയ വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ പിതാവും ദാദാഭായ് നവറോജി തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെയും പിതാവ് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ആരായിരുന്നു? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ.
പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച ആരാണ്? ദാദാബായി നവറോജിയാണ്. മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാബായി നവറോജി. സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവും ദാദാബായി നവറോജി തന്നെയാണ്. അപ്പോൾ മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തത്തിൻ്റെയും സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തിൻ്റെയും ഉപജ്ഞാതാവ് ആരാണ്? ദാദാബായി നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ദാദാബായി നവറോജി. ദാദാബായി നവറോജി ആരംഭിച്ച പത്രത്തിൻ്റെ പേര് എന്താണ്? വോയിസ് ഓഫ് ഇന്ത്യ. ദാദാബായി നവറോജി ആരംഭിച്ച പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. ഏത് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ദാദാബായി നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്? ലിബറൽ പാർട്ടി. ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ദാദാബായി നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്. ഇന്ത്യയുടെ തീവ്ര ദേശീയവാദത്തിൻ്റെ വക്താവ് ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ. ഇന്ത്യയിലെ തീവ്ര ദേശീയവാദത്തിൻ്റെ വക്താവ് ബാലഗംഗാധര തിലകനാണ്. അവിഭക്ത ഇന്ത്യയുടെ പിതാവ്, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ആരാണ്? ബാലഗംഗാധര തിലകൻ. അവിഭക്ത ഇന്ത്യയുടെ പിതാവെന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ അത് തിരിഞ്ഞു പോയതാണ്. അവിഭക്ത ഇന്ത്യയുടെ പിതാവെന്നാണ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകനാണ്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ബാലഗംഗാധര തിലകൻ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെട്ടൊരു ചോദ്യമാണിത്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകൻ്റെ പ്രധാന പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? കേസരിയും മറാത്തയും. ഇതിൽ കേസരി എന്ന പത്രം മറാത്ത ഭാഷയിലും മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. ലോകമാന്യ, മറാത്ത കേസരി, ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടത് ആരാണ്? ബാലഗംഗാധര തിലകൻ. ലോകമാന്യ, മറാത്ത കേസരി, ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകൻ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകൃതമായ വർഷം ഏതാണ്? 1884 ആണ്. 1916 പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ്? ബാലഗംഗാധര തിലകൻ. 1916 പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ പ്രമുഖ നേതാവ് ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ. മഹാരാഷ്ട്രയിൽ ശിവജി ഉത്സവവും ഗണപതി ഉത്സവവും സംഘടിപ്പിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകൻ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയുടെ വജ്രം, മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെക്ക് ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ നൽകിയത് ബാലഗംഗാധര തിലകനാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രധാന പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ദ നേഷൻ, ജ്ഞാനപ്രകാശ്. ഗോപാലകൃഷ്ണ ഗോഖലെ പ്രസിദ്ധീകരിച്ചിരുന്ന പ്രധാന പത്രങ്ങളായിരുന്നു ദി നേഷനും ജ്ഞാനപ്രകാശും. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിളിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത് എന്നാണ്? 1861 മെയ് 7 കൊൽക്കത്തയിലാണ് രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത്. രവീന്ദ്രനാഥ ടാഗോറിനെ ആദ്യമായി പ്രസിദ്ധീകരിച്ച കവിത ഏതാണ്? അഭിലാഷ്. ഇത് തത്വബോധിനി പത്രികയിലാണ് ആദ്യമായി അച്ചടിച്ചു വന്നത്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. 1913 ഗീതാഞ്ജലി എന്ന കൃതിക്ക് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനമാണ് രവീന്ദ്രനാഥ ടാഗോറിന് ലഭിച്ചത്. ബംഗാളിലെ ദേശീയ ഗാനമായ അമർ സോന ബംഗ രചിച്ചത് ആരാണ്?
രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയ ഗാനങ്ങൾ രചിച്ച വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? 1922. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922 ടാഗോറിൻ്റെ 150-ാം ജന്മവാർഷിക വേളയിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസിൻ്റെ പേര് എന്താണ്? സംസ്കൃതി എക്സ്പ്രസ്. ടാഗോറിൻ്റെ 150-ാം ജന്മവാർഷിക വേളയിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് സംസ്കൃതി എക്സ്പ്രസ്. ഇന്ത്യൻ മിറർ എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. ഇദ്ദേഹം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിതാവാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗോർ ഉപേക്ഷിച്ച പദവി ഏതാണ്? സർ പദവി. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? സത്യേന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സഹോദരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ. ടാഗോറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ജീവൻ സ്മൃതി. ടാഗോറിൻ്റെ ആത്മകഥയുടെ പേര് ജീവൻ സ്മൃതി എന്ന്. 1911 ടാഗോറിനൊപ്പം കൽക്കട്ട സമ്മേളനത്തിൽ ദേശീയഗാനം ആലപിച്ച വനിത ആരാണ്? സരളാദേവി ചൗധരി. 1911 ദേശീയഗാനം ആദ്യമായി ആലപിച്ചത്. ഇത് ആലപിച്ച സമയത്ത് ടാഗോറിനൊപ്പം ആലപിച്ച വനിത സരളാദേവി ചൗധരിയാണ്. ടാഗോറിൻ്റെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? കബി കാഹിനി. ടാഗോറിൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിൻ്റെ പേര് കബി കാഹിനി എന്നാണ്. ടാഗോറിൻ്റെ ആദ്യ ചെറുകഥയുടെ പേരെന്താണ്? ഫിഗാരിണി. ടാഗോറിൻ്റെ ആദ്യ ചെറുകഥയുടെ പേര് ഫിഗാരിണി എന്നാണ്. താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടങ്ങളിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ടാഗോർ ശാന്തിനികേതൻ വിദ്യാലയം ആരംഭിച്ച വർഷം ഏതാണ്? 1901. ടാഗോർ ശാന്തിനികേതൻ വിദ്യാലയം ആരംഭിച്ച വർഷം 1901. ടാഗോർ ആരംഭിച്ച ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം ഏതാണ്? 1921. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം 1921. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ടാഗോറിൻ്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2011 സർക്കാർ പുറത്തിറക്കിയ നാണയം എത്ര രൂപ നാണയമാണ്? 150 രൂപ നാണയം. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയ്ക്ക് മഹാമാന്യ എന്ന പേര് നൽകിയത് ആരാണ്? ഗാന്ധിജി. അപ്പോൾ മഹാമാന്യ എന്നറിയപ്പെട്ടതും ആരാണ്? മദൻ മോഹൻ മാളവ്യ തന്നെയാണ്. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ഏതാണ്? ദ ലീഡർ. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രമാണ് ദ ലീഡർ. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. ആനി ബസന്റിനോടൊപ്പം ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി ആരാണ്? മദൻ മോഹൻ മാളവ്യ. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുന്നതിന് ആനി ബസന്റിനോടൊപ്പം മുഖ്യ പങ്കുവഹിച്ച വ്യക്തി മദൻ മോഹൻ മാളവ്യയാണ്. മദൻ മോഹൻ മാളവ്യയ്ക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ്? 2014. മദൻ മോഹൻ മാളവ്യയോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസിൻ്റെ പേര് എന്താണ്? മഹാമാന്യ എക്സ്പ്രസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം ഏത് നോവലിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠം. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത്. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അരവിന്ദ ഘോഷാണ്. വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനമാണ്. ദുർഗേശനന്ദിനി എന്ന കൃതി രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദുർഗേശനന്ദിനി എന്ന കൃതി രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ഗോവിന്ദ റാനഡെ. പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഗോവിന്ദ റാനഡെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോവിന്ദ റാനഡെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ഗോവിന്ദ റാനഡെയാണ്. ആത്മാറാം പാണ്ഡുരംഗുമായി ചേർന്ന് പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത് ആരാണ്? ഗോവിന്ദ റാനഡെ.
പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത് ആരെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആത്മാറാം പാണ്ഡുരംഗ് എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ് ഗോവിന്ദ റാനഡെ. ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ഫിറോസ് ഷാ മേത്തയാണ്. ഫിറോസ് ഷാ മേത്ത സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പേര് എന്താണ്? ബോംബെ ക്രോണിക്കിൾ. ഫിറോസ് ഷാ മേത്ത സ്ഥാപിച്ച ഇംഗ്ലീഷ് പത്രമാണ് ബോംബെ ക്രോണിക്കിൾ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത വ്യക്തി ആരാണ്? ഫിറോസ് ഷാ മേത്ത. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത വ്യക്തി ഫിറോസ് ഷാ മേത്തയാണ്. ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോപാൽ ഹരി ദേശ്മുഖ്. ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. അംബേദ്കർ ജനിച്ചത് എന്നാണ്? 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മോവിലാണ് അംബേദ്കർ ജനിച്ചത്. 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മോവിലാണ് അംബേദ്കർ ജനിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി, ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? BR അംബേദ്കർ ആണ്. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? BR അംബേദ്കർ. ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ്? BR അംബേദ്കർ. 1936 അംബേദ്കർ ആരംഭിച്ച സംഘടന ഏതാണ്? ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി. 1936 അംബേദ്കർ ആരംഭിച്ച സംഘടനയാണ് ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ആരാണ്? അംബേദ്കർ. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് അംബേദ്കർ ആണ്. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആർട്ടിക്കിൾ 32. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണ്? അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ കരട് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത് ആരാണ്? BR അംബേദ്കർ. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത് BR അംബേദ്കർ ആണ്. അംബേദ്കറിൻ്റെ സമാധി സ്ഥലം എവിടെയാണ്? ചൈത്രഭൂമിയാണ്. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് 1897 ജനുവരി 23 കട്ടക്കിലാണ്, ഒഡീഷയിലെ കട്ടക്കിൽ. നേതാജി, ദേശ് നായക്, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? CR ദാസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ചിത്തരഞ്ജൻ ദാസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വർഷം ഏതാണ്? 1938. 1938 ഹരിപുര കോൺഗ്രസ്സിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INCയുടെ പ്രസിഡൻ്റ് ആകുന്നത്. INCയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1939 ത്രിപുരി സമ്മേളനത്തിൽ പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് INCയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായത്. സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. 1939 സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1942 ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചത്. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടനയുടെ പേര് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ്? 1943. ആരിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തത് റാഷ് ബിഹാരി ബോസിൽ നിന്നുമാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ റാണി ഝാൻസി റെജിമെൻറ്റിൻ്റെ മേധാവി ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി. INAയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്താണ്? റാണി ഝാൻസി റെജിമെൻ്റ് എന്നാണ്. ഇതിൻ്റെ മേധാവി ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപൂർണമായ ആത്മകഥയുടെ പേര് എന്താണ്? ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപൂർണമായ ആത്മകഥയുടെ പേര് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് എന്നാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷൻ്റെ പേര് എന്താണ്? മുഖർജി കമ്മീഷൻ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്.
ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്രബോസാണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ലോക് നായക്, ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ആരാണ്? ജയപ്രകാശ് നാരായൺ. ലോക് നായക്, ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ജയപ്രകാശ് നാരായണാണ്. ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാട്ന. ബീഹാറിലെ പാട്നയിലാണ് ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായണൻ്റെ പ്രധാന കൃതി ഏതാണ്? പ്രിസൺ ഡയറി. ജയപ്രകാശ് നാരായണൻ്റെ പ്രധാന കൃതി ഏതാണ്? പ്രിസൺ ഡയറിയാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഭഗത് സിംഗ്. ഭഗത് സിംഗ് 1926 ആരംഭിച്ച സംഘടനയുടെ പേരെന്താണ്? നൗജവാൻ ഭാരത് സഭ. ഭഗത് സിംഗ് നൗജവാൻ ഭാരത് സഭ ആരംഭിച്ച വർഷം 1926 ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ്? ലാഹോർ ഗൂഢാലോചന കേസ്. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ച കേസ് ലാഹോർ ഗൂഢാലോചന കേസാണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എന്നാണ്? 1931 മാർച്ച് 23. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ എവിടെയാണ്? ലാഹോർ. ഭഗത് സിംഗിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ലാഹോറിൽ തന്നെയാണ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഭഗത് സിംഗ്. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ച ആരാണ്? വി ഡി സവർക്കറാണ്. 1904 വി ഡി സവർക്കർ അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ്. ഇന്ത്യയുടെ ചരിത്രം ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൻ്റെ ചുമരിൽ രേഖപ്പെടുത്തിയ ദേശീയ നേതാവ് ആരാണ്? വി ഡി സവർക്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11. ഈ ദിവസം ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് നവംബർ 11. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആരാണ്? ആനി ബസന്റ്. അടയാർ കേന്ദ്രീകരിച്ച് 1889 ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റാണ്. ആനി ബസന്റ് ആരംഭിച്ച പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ന്യൂ ഇന്ത്യ, കോമൺവീൽ. ആനി ബസന്റ് ആരംഭിച്ച പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവീലും. ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ് 1898. ആനി ബസന്റിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഗാർഡൻ ഓഫ് റിമംബറൻസ്. ഇത് അടയാറിലാണ്. ആനി ബസന്റിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? അയർലൻഡാണ്. ആനി ബസന്റിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം തമിഴ്നാട്ടിലെ അടയാറിലുള്ള ഗാർഡൻ ഓഫ് റിമംബറൻസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ്. 1917 കൽക്കട്ട സമ്മേളനത്തിലാണ് ആനി ബസന്റ് INCയുടെ പ്രസിഡന്റ് ആകുന്നത്. 1916 അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ്? ആനി ബസന്റ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? ആനി ബസന്റാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസന്റാണ്. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മാഡം ഭിക്കാജി ഗാമയാണ്. വിദേശത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. വിദേശത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ ഏത് സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു? അഭിനവ് ഭാരത്. വി ഡി സവർക്കർ സ്ഥാപിച്ച അഭിനവ് ഭാരത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമ ആരംഭിച്ച പത്രത്തിൻ്റെ പേരെന്താണ്? വന്ദേ മാതരം. ഇന്ത്യയുടെ വാനമ്പാടി, ഭാരതകോകിലം എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയിൽ ഗവർണർ പദവി വഹിച്ച ആദ്യ വനിത ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദവി വഹിച്ച ആദ്യ വനിത ആരാണ്? സുജേത കൃപലാനിയാണ്. ഇവർ രണ്ടുപേരും ഉത്തർപ്രദേശിലാണ് ഈ പദവി വഹിച്ചിട്ടുള്ളത്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേര് എന്താണ്? ഗോൾഡൻ ത്രഷോൾഡ്. സരോജിനി നായിഡുവിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേര് ഗോൾഡൻ ത്രഷോൾഡ് എന്നാണ്. സരോജിനി നായിഡുവിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ദി ബ്രോക്കൺ വിങ്സ്. സരോജിനി നായിഡുവിൻ്റെ പ്രസിദ്ധമായ കൃതി ഏതാണ്? ദി ബ്രോക്കൺ വിങ്സ്. അരവിന്ദ് ഘോഷ് ആരംഭിച്ച പത്രമാണ് യുഗാന്തർ. യുഗാന്തർ എന്ന പത്രം ആരംഭിച്ച ആരാണ്? അരവിന്ദ് ഘോഷാണ്. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അരവിന്ദ് ഘോഷ് തന്നെയാണ്. അരവിന്ദ് ഘോഷ് ആരംഭിച്ച വാരികകൾ ഏതൊക്കെയാണ്? കർമ്മയോഗി, ധർമ്മ. അരവിന്ദ് ഘോഷ് ആരംഭിച്ച വാരികകളാണ് കർമ്മയോഗിയും ധർമ്മയും. ദ ലൈഫ് ഡിവൈൻ എന്ന കൃതി രചിച്ചത് ആരാണ്? അരവിന്ദ് ഘോഷ്. ദ ലൈഫ് ഡിവൈൻ എന്ന കൃതി രചിച്ചത് അരവിന്ദ് ഘോഷാണ്. പഞ്ചാബ് സിംഹം, പഞ്ചാബ് കേസരി എന്നീ പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാല ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ലാല ലജ്പത് റായ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാല ലജ്പത് റായ് ആണ്. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധത്തിൽ ലാത്തിചാർജിൽ പരിക്കേറ്റ് മരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാല ലജ്പത് റായ്. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമായ ഏപ്രിൽ 11 ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ മാതൃസുരക്ഷാ ദിനം, അല്ലെങ്കിൽ ജനനി ശിശു സുരക്ഷാ ദിനമെന്നും പറയാറുണ്ട്. കുഷ്ഠരോഗികളുടെ പുനരധിവാസത്തിനായി ബാബ ആംദെ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ആനന്ദ ഭവൻ. കുഷ്ഠരോഗികളുടെ പുനരധിവാസത്തിനായി ബാബ ആംദെ സ്ഥാപിച്ച ആശ്രമമാണ് ആനന്ദ ഭവൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തന്നെയാണ്. അപ്പോൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതും ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശിയും ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. റെഡ് ഷർട്ട് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ രൂപം കൊടുത്ത സംഘടനയുടെ പേരെന്താണ്? റെഡ് ഷർട്ട്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഭഗത് സിംഗ് ആണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആദ്യം പറഞ്ഞതാണ്. എന്നാൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതും മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ്. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? ലാല ഹർദയാൽ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ലാല ഹർദയാലാണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. തെക്കേ ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. തെക്കേ ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? CR ദാസ്. ദീനബന്ധു എന്നറിയപ്പെടുന്ന ആരാണ്? CF ആൻഡ്രൂസ് ആണ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസും ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസുമാണ്. മാസ്റ്റർ ദാ എന്നറിയപ്പെടുന്ന വിപ്ലവകാരി ആരാണ്? സൂര്യസെൻ. മാസ്റ്റർ ദാ എന്നറിയപ്പെടുന്ന വിപ്ലവകാരി സൂര്യസെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ സൂര്യസെൻ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നും ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്നെല്ലാം അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനെന്നും ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നുമെല്ലാം അറിയപ്പെടുന്ന ആരാണ്? അതും രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നെല്ലാം അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ജനിച്ചത് 1772 മെയ് 22 ബംഗാളിലെ രാധാനഗറിലാണ്. രാജാറാം മോഹൻ റോയ് 1815 സ്ഥാപിച്ച സംഘടന ഏതാണ്? ആത്മീയ സഭ. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് 1815.
രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1828. ബ്രഹ്മസമാജം സ്ഥാപിച്ച ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? സംവാദ് കൗമുദി. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംവാദ് കൗമുദി. ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേശവചന്ദ്ര സെൻ ആണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്ര സെൻ ആണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലനാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. വില്യം ബെൻഡിക് പ്രഭു സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ഏതാണ്? 1829. അപ്പോൾ സതി നിർത്തലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം വില്യം ബെൻഡിക് പ്രഭുവാണ്. സതി നിർത്തലാക്കാൻ വേണ്ടി പരിശ്രമിച്ച ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. തുഹഫത്ത് ഉൾ മുവാഹിദീൻ എന്ന കൃതി രചിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. തുഹഫത്ത് ഉൾ മുവാഹിദീൻ എന്ന കൃതി രചിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് 1863 ജനുവരി 12 കൊൽക്കത്തയിലാണ്. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് 1863 ജനുവരി 12 കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ്റെ. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി 12 ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? നരേന്ദ്രനാഥ് ദത്ത. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേര് നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. 1892 കേരളത്തിലെത്തിയത്. ഈ സമയത്താണ് ഇദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം ഏതാണ്? 1893. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം 1893 ചിക്കാഗോ സാർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദനൊപ്പം പങ്കെടുത്ത മലയാളി ആരാണ്? രാജ രവിവർമ്മ. വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് വിവേകാനന്ദ പാറ സ്ഥിതി ചെയ്യുന്നത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പ്രധാന പത്രങ്ങൾ ഏതൊക്കെയാണ്? പ്രബുദ്ധ ഭാരതം, ഉദ്ബോധൻ. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പ്രധാന പത്രങ്ങളാണ് പ്രബുദ്ധ ഭാരതവും ഉദ്ബോധനും. സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടന ഏതാണ്? വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക്. 1894 ഇത് സ്ഥാപിച്ചത്. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ പ്രധാന ശിഷ്യ ആരായിരുന്നു? സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദൻ്റെ പ്രധാന ശിഷ്യ സിസ്റ്റർ നിവേദിതയാണ്. സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു? സുബ്രഹ്മണ്യ ഭാരതിയാണ്. സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യൻ സുബ്രഹ്മണ്യ ഭാരതിയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസർ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസറോടുള്ള ആദരസൂചകമായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? രാമകൃഷ്ണ മിഷൻ. 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബേലൂർ. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂരാണ്. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ്.
ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേരെന്താണ്? ഗദ്ദാധർ ചാറ്റർജി. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് ഗദ്ദാധർ ചാറ്റർജി എന്നായിരുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആദ്യകാല നാമം എന്താണ്? മൂൽശങ്കർ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആദ്യകാല നാമം മൂൽശങ്കർ എന്നാണ്. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെട്ടത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ശുദ്ധി പ്രസ്ഥാനം. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഗീതയിലേക്ക് മടങ്ങാൻ പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. എന്നാൽ വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത് എന്നാണ്? 1875 ബോംബെയിലാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത്. ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദയാനന്ദ സരസ്വതിയുടെ കൃതി ഏതാണ്? സത്യാർത്ഥ പ്രകാശം. 1875 പുറത്തിറക്കിയ സത്യാർത്ഥ പ്രകാശമാണ് ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി. 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജത്തിൻ്റെ മറ്റു നേതാക്കൾ ആരൊക്കെയായിരുന്നു? MG റാനഡെ, RG ഫണ്ടാർക്കർ. പ്രാർത്ഥനാ സമാജത്തിൻ്റെ മറ്റു നേതാക്കൾ MG റാനഡെയും RG ഫണ്ടാർക്കറും ആയിരുന്നു. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാമലിംഗ അടികൾ. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് രാമലിംഗ അടികളാണ്. മഹാകവി ഭാരതിയാർ എന്നറിയപ്പെടുന്നത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. മഹാകവി ഭാരതിയാർ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചതാരാണ്? സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജ്യോതിറാവു ഫുലെ. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെയാണ്. 1873 സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജം സ്ഥാപിച്ച വർഷം 1873 സത്യശോധക് സമാജത്തിൻ്റെ മുഖപത്രം ഏതായിരുന്നു? ദീൻബന്ധു. സത്യശോധക് സമാജത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേര് ദീൻബന്ധു എന്നായിരുന്നു. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ജ്യോതിറാവു ഫുലെ. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജ്യോതിറാവു ഫുലെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക ആരായിരുന്നു? സാവിത്രി ഫുലെ. ജ്യോതിറാവു ഫുലെയുടെ ഭാര്യയായ സാവിത്രി ഫുലെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? വീരേശലിംഗം പന്തലു. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി വീരേശലിംഗം പന്തലുവാണ്. ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗം പന്തലുവാണ്. 1906 ഹിതകാരിണി സമാജം സ്ഥാപിച്ച ആരാണ്? വീരേശലിംഗം പന്തലു. 1906 വീരേശലിംഗം പന്തലു ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. ദക്ഷിണ ഭാരതത്തിലെ വിദ്യാസാഗർ എന്നറിയപ്പെട്ടത് ആരാണ്? വീരേശലിംഗം പന്തലുവാണ്. ദക്ഷിണ ഭാരതത്തിലെ വിദ്യാസാഗർ എന്നറിയപ്പെട്ടത് വീരേശലിംഗം പന്തലുവാണ്. വീരേശലിംഗം പന്തലു വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ച വർഷം ഏതാണ്? 1874. വീരേശലിംഗം പന്തലു വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ച വർഷം 1874. വീരേശലിംഗം പന്തലു ആരംഭിച്ച പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? സത്യഹിതബോധിനി, ഹാസ്യവർദ്ധിനി. വീരേശലിംഗം പന്തലുവിൻ്റെ പ്രധാന കൃതികളാണ് സത്യഹിതബോധിനിയും ഹാസ്യവർദ്ധിനിയും.
കൃതിയല്ല, ഇവ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 1862 സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1862 സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? 1875. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 1875 ഇദ്ദേഹം അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1875 മുഹമ്മദൻ ആംഗ്ലോ ഇന്ത്യൻ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വിധവ പുനർവിവാഹമാണിത്. വിധവ പുനർവിവാഹത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. കൽക്കട്ടയിൽ ബദൂൺ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. കൽക്കട്ടയിൽ ബദൂൺ കോളേജ് സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ സമ്മർദ്ദം ചെലുത്തിയ വ്യക്തി ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ സമ്മർദ്ദം ചെലുത്തിയ വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? കേശവ് ചന്ദ്ര സെൻ. 1870 കേശവ് ചന്ദ്ര സെൻ ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത്. വേദസമാജം സ്ഥാപിച്ചത് ആരൊക്കെയാണ്? കേശവ് ചന്ദ്ര സെന്നും ശ്രീധരലു നായിഡുവും. 1864 വേദസമാജം സ്ഥാപിച്ചത്. ദേവസമാജം സ്ഥാപിച്ച ആരാണ്? ശിവനാരായൺ അഗ്നിഹോത്രി. 1887 ശിവനാരായൺ അഗ്നിഹോത്രി ദേവസമാജം സ്ഥാപിച്ചത്. തത്വബോധിനി സഭ സ്ഥാപിച്ച ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. 1839 തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചത്. മഹർഷി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. തമിഴ്നാട്ടിൽ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. 1925 ഇദ്ദേഹം സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഇ വി രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച സംഘടന ഏതാണ്? ദ്രാവിഡർ കഴകം. പെരിയോർ, വൈക്കം ഹീറോ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. പെരിയോർ, വൈക്കം ഹീറോ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? വൈക്കം. കേരളത്തിൽ വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിൻ്റെ പിതാവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. തെക്കേ ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. തെക്കേ ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. എന്നാൽ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1784 തന്നെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് ആരാണ്? ഹെൻറി വിവിയൻ ഡെറോസിയോ. 1827 യങ് ബംഗാൾ മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് ഹെൻറി വിവിയൻ ഡെറോസിയോയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് വില്യം ആഡമാണ്. 1839 വില്യം ആഡം ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ച ആരൊക്കെയാണ്?
ദേവേന്ദ്രനാഥ ടാഗോറും രാധാകാന്ത് ദേവും. 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവ് ചന്ദ്ര സെന്നാണ്. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? കേശവ് ചന്ദ്ര സെൻ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി അഗാർക്കറും ബാലഗംഗാധര തിലകനും ചേർന്നാണ്. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ജി അഗാർക്കറും ബാലഗംഗാധര തിലകനുമാണ്. ഇന്ത്യ ഹൗസ്, ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ഇന്ത്യ ഹൗസ്, ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ച ആരാണ്? ശ്യാംജി കൃഷ്ണവർമ്മ. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും ചേർന്ന് 1876 ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത്. വേദസമാജം സ്ഥാപിച്ച ആരാണ്? കെ ശ്രീധരാലു നായിഡു. 1864 വേദസമാജം കെ ശ്രീധരാലു നായിഡു സ്ഥാപിച്ചത്. സേവാസദൻ സ്ഥാപിച്ചത് BM മലബാറിയാണ്. 1885 സേവാസദൻ സ്ഥാപിച്ചത് ആരാണ്? BM മലബാറി. ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് സ്ഥാപിച്ചത് MG റാനഡെയാണ്. 1887 ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് സ്ഥാപിച്ച ആരാണ്? MG റാനഡെ. ഇന്ത്യൻ ലീഗിൻ്റെ സ്ഥാപകൻ ബാബു ശിശിർ കുമാർ ഘോഷാണ്. 1875 ഇദ്ദേഹം ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചത്. ആത്മീയ സഭയും ബ്രഹ്മസമാജവും സ്ഥാപിച്ച ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആത്മീയ സഭ, ബ്രഹ്മസമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ച ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആദി ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. 1866 ആദി ബ്രഹ്മസമാജം സ്ഥാപിച്ച ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? VD സവർക്കർ. 1904 അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത് VD സവർക്കർ ആണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു ആണ്. 1906 വീരേശലിംഗം പന്തലു ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ലാല ഹർദയാലാണ്. 1913 ലാല ഹർദയാൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? AO ഹ്യൂം. 1885 അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ആര്യസമാജം, ശുദ്ധി പ്രസ്ഥാനം എന്നിവ സ്ഥാപിച്ച ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. 1875 ഈ രണ്ട് സംഘടനകളും സ്ഥാപിച്ചത്. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. 1887 ദേവസമാജം സ്ഥാപിച്ചത്. അലിഗഡ് പ്രസ്ഥാനം, മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്നിവ സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1875 അലിഗഡ് പ്രസ്ഥാനവും മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജും സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത് ആരാണ്? MG റാനഡെ. 1870 പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത് MG റാനഡെയാണ്. പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗാണ്. ഇദ്ദേഹം പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം 1867. ബോംബെ അസോസിയേഷൻ്റെ സ്ഥാപകൻ ജഗന്നാഥ ശങ്കർ സേത്താണ്. 1852 ജഗന്നാഥ ശങ്കർ സേത്ത് ബോംബെ അസോസിയേഷൻ സ്ഥാപിച്ചത്. സേവാസമിതിയുടെ സ്ഥാപകൻ HN ഗുൻസ്രു ആണ്. 1914 HN ഗുൻസ്രു സേവാസമിതി രൂപീകരിച്ചത്. മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചത് ആനി ബെസൻ്റ് ആണ്. 1904 ആനി ബെസൻ്റ് മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചത്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ്. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923. ഭാരതീയ വിദ്യാഭവൻ്റെ സ്ഥാപകൻ KM മുൻഷിയാണ്. 1938 ഇദ്ദേഹം ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്.
ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് 1973 സുന്ദർലാൽ ബഹുഗുണയാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. നർമ്മദ ബച്ചാവോ ആന്തോളൻ സ്ഥാപിച്ചത് ആരാണ്? മേധാ പട്കർ. 1989 നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് മേധാ പട്കർ ആണ്. അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? പാണ്ഡുരംഗ് ഹെഗ്ഡെ. 1983 പാണ്ഡുരംഗ് ഹെഗ്ഡെ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. വനമഹോത്സവം ആരംഭിച്ചത് ആരാണ്? കെ എം മുൻഷിയാണ്. 1950 കെ എം മുൻഷി വനമഹോത്സവം ആരംഭിച്ചത്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് വിനോബ ഭാവെയാണ്. 1951 ഇദ്ദേഹം ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ ആരാണ്? ബരീന്ദ്രകുമാർ ഘോഷാണ്. 1902 ബരീന്ദ്രകുമാർ ഘോഷ് അനുശീലൻ സമിതിക്ക് രൂപം നൽകിയത്. ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ മാളവിയാണ്. 1914 പൂനെ സേവാ സദൻ സ്ഥാപിച്ച ആരാണ്? രമാബായി റാനഡെയാണ്. 1909 പൂനെ സേവാ സദൻ സ്ഥാപിച്ചത് രമാബായി റാനഡെയാണ്. സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ച ആരാണ്? ആനി ബെസന്റ്. 1898 സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. 1897 രാമകൃഷ്ണ മിഷന് രൂപം നൽകിയത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്. 1886 തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ച ആരാണ്? ആനി ബെസന്റ്. സത്യശോധക് സമാജ് എന്ന സംഘടന രൂപീകരിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. 1873 സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? സൂര്യസെൻ. 1930 ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യസെൻ ആണ്. സോഷ്യൽ സർവീസ് ലീഗിൻ്റെ സ്ഥാപകൻ NM ജോഷിയാണ്. 1911 NM ജോഷി സോഷ്യൽ സർവീസ് ലീഗ് ആരംഭിച്ചത്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സ്ഥാപകൻ സ്വാമി സഹജാനന്ദ് സരസ്വതിയാണ്. 1936 ഇത് സ്ഥാപിച്ചത്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സ്ഥാപകൻ ആരാണ്? സ്വാമി സഹജാനന്ദ് സരസ്വതി. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് മദർ തെരേസയാണ്. 1950 മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സംഘടന സ്ഥാപിച്ചത്. സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ C രാജഗോപാലാചാരിയാണ്. 1959 C രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത്. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകൻ BR അംബേദ്കർ ആണ്. 1945 BR അംബേദ്കർ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അംബേദ്കർ ആണ്. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഹോം റൂൾ ലീഗിൻ്റെ സ്ഥാപകർ ആനി ബെസന്റും തിലകനുമാണ്. 1916 അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ ലീഗ് ആരംഭിച്ചത് ആനി ബെസന്റും പൂനെ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് തിലകനുമാണ്. ഭാരത് നൗജവാൻ സഭ സ്ഥാപിച്ച ആരാണ്? ഭഗത് സിംഗ്. 1926 ഭാരത് നൗജവാൻ സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആരാണ്? ചന്ദ്രശേഖർ ആസാദ്. 1928 ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1939 സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആരംഭിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. 1942 റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന് രൂപം നൽകിയത്. കർഷക് മസ്ദൂർ പ്രജാസഭയുടെ സ്ഥാപകൻ ആചാര്യ JB കൃപലാനിയാണ്. 1951 കർഷക് മസ്ദൂർ പ്രജാസഭ രൂപീകൃതമായത്. സ്വാഭിമാന പ്രസ്ഥാനം രൂപീകരിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. 1925 EV രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനം രൂപീകരിച്ചത്. ബഹിഷ്കൃത ഹിതകാരിണി സഭ രൂപീകരിച്ചത് BR അംബേദ്കർ ആണ്. 1924 BR അംബേദ്കർ ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? അലി സഹോദരന്മാർ. മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും ചേർന്ന് 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ ആഗാ ഖാനാണ്. 1906
ധാക്ക ആസ്ഥാനമാക്കിയാണ് മുസ്ലിം ലീഗ് ആരംഭിച്ചത്. അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത് മിർസ ഗുലാം അഹമ്മദാണ്. 1889 അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? മിർസ ഗുലാം അഹമ്മദ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1921 ടാഗോർ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റിയുടെ സ്ഥാപകൻ ആരാണ്? CP മുതലിയാർ. 1862 CP മുതലിയാർ ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റി സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പേര് CP മുതലിയാർ എന്നേ ഉള്ളൂ. ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്, ഇവിടെ ഒരു M ഇടയ്ക്ക് കടന്നു വന്നത്. ഹരിജൻ സേവാ സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഗാന്ധിജി. ഹരിജൻ സേവാ സംഘം സ്ഥാപിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യൻ നാഷണൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ശിശിർ ചന്ദ്രബോസ്. 1883 ഇന്ത്യൻ നാഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ശിശിർ ചന്ദ്രബോസാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരം നടത്താൻ റോയൽ ചാർട്ടറിന് അനുമതി നൽകിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? എലിസബത്ത് രാജ്ഞി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരം നടത്താൻ റോയൽ ചാർട്ടറിന് അനുമതി നൽകിയ ബ്രിട്ടീഷ് ഭരണാധികാരി എലിസബത്ത് രാജ്ഞിയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് 1773 പാസാക്കിയ ആദ്യ നിയമം ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് 1773 പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം ഏതാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം ഏതാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമം 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഏത് നിയമപ്രകാരമാണ് വാറൽ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിതനായത്? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് വാറൽ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിതനായത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി കൽക്കട്ടയിൽ സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി കൽക്കട്ടയിൽ സ്ഥാപിക്കാൻ കാരണമായ നിയമം 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ഏതാണ്? 1774. 1774 കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമം ഏതാണ്? ചാർട്ടർ ആക്ട്. 1813 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമം. ക്രിസ്ത്യൻ മിഷനറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കാനും അനുവാദം നൽകിയ നിയമം ഏതാണ്? 1813 ചാർട്ടർ ആക്ട്. ക്രിസ്ത്യൻ മിഷനറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കാനും അനുവാദം നൽകിയ നിയമം 1813 ചാർട്ടർ ആക്ട് ആണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമം ഏതാണ്? 1833 ചാർട്ടർ ആക്ട്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയ നിയമം 1833 ചാർട്ടർ ആക്ട് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭുവാണ്.
ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ഏതാണ്? ചാർട്ടർ ആക്ട് 1853. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് 1853 ആണ്. കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മെക്കാളെ കമ്മിറ്റി. കമ്മിറ്റി ഓൺ ദ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് മെക്കാളെ കമ്മിറ്റിയാണ്. ഏത് നിയമപ്രകാരമാണ് മെക്കാളെ കമ്മിറ്റിയെ നിയമിച്ചത്? 1853 ചാർട്ടർ ആക്ട്. 1853 ചാർട്ടർ ആക്ട് നിയമപ്രകാരമാണ് മെക്കാളെ കമ്മിറ്റിയെ നിയമിച്ചത്. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യമായി പ്രാദേശിക പ്രാതിനിധ്യം നടപ്പിലാക്കിയ നിയമം ഏതാണ്? ചാർട്ടർ ആക്ട് 1853. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ആദ്യമായി പ്രാദേശിക പ്രാതിനിധ്യം നടപ്പിലാക്കിയ നിയമം ചാർട്ടർ ആക്ട് 1853 ആണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമം ഏതാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റാൻ കാരണമായ നിയമം 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയ് എന്നാക്കി മാറ്റിയ നിയമം ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വൈസ്രോയ് എന്നാക്കി മാറ്റിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് ആരായിരുന്നു? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് കാനിങ് പ്രഭു ആയിരുന്നു. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? 1887 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നിയമം 1887 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഉന്നത പദവിയായ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഉന്നത പദവിയായ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആരായിരുന്നു? എഡ്വേർഡ് ഹെൻറി സ്റ്റാലിൻ. ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് എഡ്വേർഡ് ഹെൻറി സ്റ്റാലിൻ ആയിരുന്നു. ഇന്ത്യയുടെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആരായിരുന്നു? വില്യം ഫ്രാൻസിസ് ഹാരി. ഇന്ത്യയുടെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് വില്യം ഫ്രാൻസിസ് ഹാരി ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നത് ആരാണ്? ജോർജ് ഹാമിൽട്ടൺ. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നത് ജോർജ് ഹാമിൽട്ടൺ ആണ്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം നടന്നത് എന്നാണ്? 1858 നവംബർ 1. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം നടന്നത് 1858 നവംബർ 1. പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. പ്രതിനിധി സഭകളിലെ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇന്ത്യക്കാരെയും ഉൾപ്പെടുത്തുന്നതിന് തുടക്കമിട്ട നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. 1859 കാനിങ് പ്രഭു കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അനുമതി നൽകിയ നിയമം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട്
1861. 1859 കാനിങ് പ്രഭു കൊണ്ടുവന്ന പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അനുമതി നൽകിയ നിയമം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നറിയപ്പെടുന്നത് എന്താണ്? മിന്റോ മോർലി ഭരണ പരിഷ്കാരം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നറിയപ്പെടുന്നത് മിന്റോ മോർലി ഭരണ പരിഷ്കാരമാണ്. മുസ്ലിം വിഭാഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണ പരിഷ്കാരം ഏതാണ്? മിന്റോ മോർലി ഭരണ പരിഷ്കാരം. മുസ്ലിം വിഭാഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ആദ്യമായി പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണ പരിഷ്കാരം മിന്റോ മോർലി ഭരണ പരിഷ്കാരമാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗിക അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരനാരാണ്? SP സിൻഹ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഔദ്യോഗിക അംഗമായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ SP സിൻഹയാണ്. ഇന്ത്യയിൽ സാമുദായിക നിയോജക മണ്ഡലത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മിന്റോ പ്രഭു രണ്ടാമൻ. ഇന്ത്യയിൽ സാമുദായിക നിയോജക മണ്ഡലത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മിന്റോ പ്രഭു രണ്ടാമനാണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം നിലവിൽ വന്ന വർഷമേതാണ്? 1919. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം നിലവിൽ വന്ന വർഷം 1919. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മോൺഫോർഡ് പരിഷ്കാരം. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേര് മോൺഫോർഡ് ഭരണ പരിഷ്കാരം എന്നാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നത് ഏത് ഭരണ പരിഷ്കാരമാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരമാണ്. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണ പരിഷ്കാരം ഏതാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണ പരിഷ്കാരം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരമാണ്. ഇന്ത്യയിൽ ആദ്യമായി ദ്വിമണ്ഡല സമ്പ്രദായം നിർദ്ദേശിച്ച ഭരണ പരിഷ്കാരം ഏതാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. ഇന്ത്യയിൽ ആദ്യമായി ദ്വിമണ്ഡല സമ്പ്രദായം നിർദ്ദേശിച്ച ഭരണ പരിഷ്കാരം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരമാണ്. ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ കാരണമായ നിയമം ഏതാണ്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടത്താൻ കാരണമായ നിയമം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1920. 1920 ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? റീഡിംഗ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി റീഡിംഗ് പ്രഭു ആയിരുന്നു. ഇന്ത്യയിൽ ഉദ്യോഗസ്ഥ നിയമത്തിനായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇന്ത്യയിൽ ഉദ്യോഗസ്ഥ നിയമത്തിനായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അനുസരിച്ചാണ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാനായി ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷൻ ഏതാണ്? ലീ കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാനായി ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനാണ് ലീ കമ്മീഷൻ. ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1926. 1926 ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? സർ റോസ് ബാർക്കർ.
പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കർ ആയിരുന്നു. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന ആദ്യ ബ്രിട്ടീഷ് പ്രവിശ്യ ഏതാണ്? മദ്രാസ്. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന ആദ്യ ബ്രിട്ടീഷ് പ്രവിശ്യ മദ്രാസ് ആണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഈ സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923 ജനുവരി 1-നാണ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1922 ഗയ സമ്മേളനം. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനം 1922 ഗയ സമ്മേളനമാണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസും ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമാണ്. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതനായ കമ്മിറ്റി ഏതാണ്? മുദിമാൻ കമ്മിറ്റി. പ്രവിശ്യകളിലെ ദ്വിഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിതനായ കമ്മിറ്റിയാണ് മുദിമാൻ കമ്മിറ്റി. മുദിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. മുദിമാൻ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം എന്തായിരുന്നു? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ഈ സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നായിരുന്നു. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? 1927 ആണ്. 1927 ലണ്ടനിലാണ് സൈമൺ കമ്മീഷൻ രൂപീകൃതമായത്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് ഏത് വർഷമാണ്? 1928 ഫെബ്രുവരി 3-ന്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1928 ഫെബ്രുവരി 3-നാണ്. സൈമൺ കമ്മീഷന്റെ ചെയർമാൻ ജോൺ സൈമൺ ആയിരുന്നു. അപ്പോൾ ജോൺ സൈമൺ ചെയർമാനായിരുന്ന സൈമൺ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 7 അംഗങ്ങൾ. സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. സൈമൺ കമ്മീഷനിൽ അംഗമായ ശേഷം പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. സൈമൺ കമ്മീഷനിൽ അംഗമായ ശേഷം പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തി ക്ലെമന്റ് ആറ്റ്ലിയാണ്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യം എന്തായിരുന്നു? സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ പ്രധാനമായും ഉയർന്നൊരു മുദ്രാവാക്യമായിരുന്നു സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് യൂസഫ് മെഹർ അലിയാണ്. സൈമൺ കമ്മീഷനെ ഇന്ത്യ ബഹിഷ്കരിക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ഈ സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും അംഗമല്ലായിരുന്നു. സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും അംഗമല്ലാതിരുന്നതുകൊണ്ടാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാനുള്ള കാരണം. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജിൽ മരണപ്പെട്ട നേതാവ് ആരാണ്? ലാല ലജ്പത് റായ്. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജിൽ മരണപ്പെട്ട നേതാവ് ലാല ലജ്പത് റായ് ആണ്. സൈമൺ കമ്മീഷൻ തിരികെ പോയ വർഷം ഏതാണ്? 1929 മാർച്ച് 3. സൈമൺ കമ്മീഷൻ തിരികെ പോയ വർഷം 1929 മാർച്ച് 3 ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1930 മെയ് 27. അപ്പോൾ ഈ 4 വർഷവും അടുത്തടുത്ത വർഷങ്ങളായതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്.
സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928. സൈമൺ കമ്മീഷൻ തിരികെ പോയത് 1929. സൈമൺ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നൽകിയത് 1930. ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 1927 നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ബട്ട്ലർ കമ്മിറ്റി. ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 1927 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ബട്ട്ലർ കമ്മിറ്റി. ഇന്ത്യയിലെ പിന്നാക്ക സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം ഏതാണ്? കമ്മ്യൂണൽ അവാർഡ്. ഇന്ത്യയിലെ പിന്നാക്ക സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം കമ്മ്യൂണൽ അവാർഡാണ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1932 ഓഗസ്റ്റ് 16. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വർഷം 1932 ഓഗസ്റ്റ് 16. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസെ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് ആണ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? പൂന ഉടമ്പടി. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി പൂന ഉടമ്പടിയാണ്. പൂന ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? 1932 സെപ്റ്റംബർ 24. പൂന ഉടമ്പടി ഒപ്പുവെച്ചത് 1932 സെപ്റ്റംബർ 24 ഇത് അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുള്ളൊരു ഉടമ്പടിയായിരുന്നു. ഇതിൽ ഒപ്പുവെച്ചത് അംബേദ്കറും ഗാന്ധിജിക്ക് വേണ്ടി ഒപ്പുവെച്ചത് മദൻ മോഹൻ മാളവീയുമാണ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപനം നടത്തിയ ജയിൽ ഏതാണ്? പൂനെയിലെ യർവാദ ജയിൽ. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹ പ്രഖ്യാപനം നടത്തിയ ജയിൽ പൂനെയിലെ യർവാദ ജയിലാണ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഏത് നിയമമാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇന്ത്യക്കൊരു ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമം ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യക്ക് ഒരു ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയത് ഏത് നിയമപ്രകാരമാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുഖ്യ ശില്പി ആരായിരുന്നു? സർ സാമുവൽ ഹോയർ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുഖ്യ ശില്പി സർ സാമുവൽ ഹോയർ ആയിരുന്നു. ഗവർണറെ സംസ്ഥാന ഭരണത്തലവനായി നിയമിക്കുക എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന ഏത് നിയമത്തിൽ നിന്നുമാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവർണറെ സംസ്ഥാന ഭരണത്തലവനായി നിയമിക്കുക എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. 1939 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനം ഏതാണ്? ആഗസ്റ്റ് ഓഫർ. 1939 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് ഓഫർ. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ലിൻ ലിത്ഗോ പ്രഭു ആണ്. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എന്നാണ്? 1940 ഓഗസ്റ്റ് 8. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് 1940 ഓഗസ്റ്റ് 8 ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ച സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ.
ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റി ഏതാണ്? ക്രിസ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിസ് മിഷൻ. ക്രിസ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1942 മാർച്ച് 22. ക്രിസ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1942 മാർച്ച് 22 ക്രിസ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിസ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിസ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിസ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിസ് മിഷനെ. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിസ് മിഷനെയാണ്. ബേവൽ പ്ലാൻ മുന്നോട്ട് വെച്ചത് എന്നാണ്? 1945 ജൂൺ 14. ബേവൽ പ്ലാൻ മുന്നോട്ട് വെച്ചത് 1945 ജൂൺ 14. ബേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം ഏതാണ്? 1945 സിംല കോൺഫറൻസ്. ബേവൽ പ്ലാനിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗമാണ് 1945 സിംല കോൺഫറൻസ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946 മാർച്ച് 23. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? പെത്വിക് ലോറൻസ് ആയിരുന്നു ഈ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ. കൂടാതെ മറ്റു 2 അംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവർ സ്റ്റാഫോർഡ് ക്രിപ്സും AB അലക്സാണ്ടറുമായിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസും സ്റ്റാഫോർഡ് ക്രിപ്സും AB അലക്സാണ്ടറുമായിരുന്നു. ഇതിൽ പെത്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചതെന്നാണ്? 1946 സെപ്റ്റംബർ 2. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചത് 1946 സെപ്റ്റംബർ 2. ഈ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ബേവൽ പ്രഭു. ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രസിഡന്റ് ബേവൽ പ്രഭു ആയിരുന്നു. ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. അപ്പോൾ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ബേവൽ പ്രഭു. വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവുമായിരുന്നു. ഇടക്കാല മന്ത്രിസഭയിൽ ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഏതെല്ലാമാണ്? കൃഷിയും ഭക്ഷ്യവകുപ്പും. ഇടക്കാല മന്ത്രിസഭയിൽ ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ കൃഷിയും ഭക്ഷ്യവകുപ്പുമാണ്. ഇടക്കാല മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി ആരായിരുന്നു? ഡോക്ടർ ജോൺ മത്തായി. ഇടക്കാല മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.